ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. നല്ല അജ്റാക്കിൻ്റെ കോട്ടൺ പീസാണ് എടുത്തിട്ടുള്ളത്. 2.5 മീറ്ററാണ്. അത് ഇതുപോലെ 4 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതുപോലെ 4 ഫോൾഡ് ചെയ്തിടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കുർത്തിയിലെ ലെങ്ത്ത് വേണ്ടത് 44 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് 43 ഇഞ്ച് ലെങ്ത്ത് വേണം. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 44 ഇഞ്ച് വേണം. ഇതുപോലെ 44 ഇഞ്ച് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. താഴ്ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്ത് ഷോൾഡറാണ്. ഇവിടുന്നാണ് ഷോൾഡർ എടുക്കുന്നത്. ഷോൾഡർ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 7 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. അവിടുന്ന് നേരെ താഴ്ഭാഗത്തേക്ക് ഇതുപോലെ ഒരു 7 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ ആം ഹോളിൻ്റെ അളവാണ് ഇത് എടുക്കുന്നത്. ഇതുപോലെ ഫസ്റ്റ് ഷോൾഡർ 7 ഇഞ്ച് എടുത്തു, അവിടെ നിന്ന് ഇങ്ങോട്ട് താഴെ 7 ഇഞ്ച് എടുത്തു. അടുത്ത് ബാക്കും ഫ്രണ്ടുമാണ്. ബാക്ക് ഇവിടെ വേണ്ടത് 3 ഇഞ്ചാണ്. ഫ്രണ്ട് എടുക്കുന്നത് ഒരു 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതിൽ ക്യാൻവാസൊന്നും വെക്കുന്നില്ല. നമുക്കിത് കോട്ടൺ പീസ് ആയതുകൊണ്ട് ക്യാൻവാസിലൊന്നും തയ്ക്കാതെ കറക്റ്റായിട്ട് നമ്മൾ പീസിൽ തന്നെ നെക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ നെക്ക് ഇതുപോലെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്ക് 3 ഇഞ്ച് എടുത്തു, ബാക്ക് 3 ഇഞ്ച് ഇറക്കം എടുത്തു, ഫ്രണ്ട് ഇറക്കം 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ബാക്ക്. ഫ്രണ്ട് ഇറക്കം 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതൊരു വി നെക്കാണ്, അതായത് വീട് ഷേപ്പുള്ള നെക്കാണ് എടുക്കുന്നത്. ഇതുപോലെ ഫ്രണ്ട് നെക്ക് നമ്മൾ വരയ്ക്കും. അടുത്ത് വേസ്റ്റിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്. വേസ്റ്റ് ലെങ്ത്ത് ഇവിടെ വേണ്ടത് ഒരു 15 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, 15 ഇഞ്ച്. പിന്നെ വേസ്റ്റിൻ്റെ അതായത് ഇടുപ്പ് ലൂസാണ്. ഇടുപ്പ് ലൂസ് വരുന്നത് ഒരു 10 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും. അതുപോലെ ചെസ്റ്റ് വേണ്ടത് 11 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. 4ൽ ഒരു ഭാഗമായിട്ട് 11 ഇഞ്ച്, 1 ഇഞ്ച് തയ്യൽ തുമ്പും. 11 ഇഞ്ചാകുമ്പോൾ ചെസ്റ്റ് ഇതിൽ നമുക്ക് വേസ്റ്റ് 44 ഇഞ്ച് വരും. അപ്പം 4ൽ ഒരു ഭാഗം 11 ഇഞ്ച് എടുത്തു. ഇടുപ്പ് ലൂസ് വരുന്നത് 10 ഇഞ്ച്, അതായത് 40 ഇഞ്ച്. അടുത്ത് ഹിപ്പാണ്. ഹിപ്പ് ലെങ്ത്ത് വരുന്നത് ഒരു 20 ഇഞ്ചാണ്. ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഹിപ്പിൻ്റെ വേസ്റ്റ് അതുപോലെ എടുക്കുന്നത് ഒരു 13 ഇഞ്ചാണ്. ഇതുപോലെ 13 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനും 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് വെക്കുന്നത്. ഇതുപോലെ ഇവിടെ ചെസ്റ്റ് എടുത്തു, ഇടുപ്പ് വേസ്റ്റ് എടുത്തു, ഹിപ്പിൻ്റെ അവിടെ എടുത്തു, നമ്മൾ മാർക്ക് ചെയ്തു, 1 ഇഞ്ച് തയ്യൽ തുമ്പം വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സ്ലിറ്റുള്ളൊരു കുർത്തിയാണിതിൽ, അതായത് ഓപ്പൺ ഉണ്ട്. എന്നിട്ട് നമ്മളിതേ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പിന്നെ ഇവിടെയാണ് ആം ഹോൾ വരുന്നത്. ആം ഹോളും വരച്ചിട്ടുണ്ട്. ഇതുപോലെ ഫ്രണ്ട് നെക്ക് വി ആണ് വരുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഷോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ ഷോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്താൽ നമുക്ക് ബാക്കും ഫ്രണ്ടും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിൽ ആ വി ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഇതുപോലെ ബാക്കാണ്. ബാക്കൊരു ഇതുപോലെ റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ ബാക്കും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വിയും ബാക്ക് റൗണ്ടും കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് ആം ഹോൾ
ഹോള് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്, എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കുർത്തിയാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും കട്ട് ചെയ്യാനും പഠിക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ഫ്രണ്ട് പീസ് മാത്രം ഇതുപോലെ എടുത്തിട്ട് 1/2 ഇഞ്ചായിട്ട് നമുക്കൊന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെസ്റ്റിന് വേസ്റ്റിൻ്റെ ഹിപ്പൊക്കെ ഒന്ന് അടയാളം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കുർത്തയുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വളരെ ഈസിയാണ്, എളുപ്പത്തിൽ തുടക്കക്കാർക്കും എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് നമ്മൾ ഇവിടെയാണ് തയ്ക്കുന്നത്. അടുത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ വരുന്നത് ബാക്ക് പീസ് ഇതാണ്, ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതാണ്. ഇത് ബാക്ക് റൗണ്ടായി നെക്കാണ്, ഫ്രണ്ട് വന്നിട്ട് വി ഷേപ്പാണ്. ഇതുപോലെയാണ് നമ്മുടെ കുർത്തിയുടെ കട്ടിങ് കഴിഞ്ഞു. അടുത്ത് നമുക്ക് സ്ലീവാണ്. സ്ലീവിന് ഇത് അതായത് 2.5 മീറ്റർ തുണി 4ആക്കി ഫോൾഡ് ചെയ്തിട്ടും നമ്മളിപ്പോൾ ബോഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ സൈഡ് പീസ് വെച്ചിട്ടാണ്, സൈഡ് പീസ് 4ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്ററിൽ ജോയിൻ്റ് വരും. നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തും വേസ്റ്റും എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് സ്ലീവ് ഇതുപോലുള്ളൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.